ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് പഴത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. പഴത്തിൻ്റെ ഈ ഒരു 2 സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇത് ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് എടുക്കാവുന്നതാണ്. ഒരു നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റൈൻ പഴം ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത് പോകരുത് കേട്ടോ. എന്നാൽ നമുക്കിത് ഇതുപോലെയൊന്നും ആക്കാൻ വേണ്ടി കിട്ടില്ല. അപ്പോൾ ഒരു അത്യാവശ്യം നന്നായി ഒന്ന് പഴുത്ത പഴമാണ് കേട്ടോ. ഒരുപാട് കറുപ്പടിച്ച പഴത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ പഴത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി കളയാതെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. തൊലി കളയാതെയാണെങ്കിൽ നമുക്ക് പൊട്ടിപ്പോവാതെയും സൈഡ് കട്ടാവാതെയൊക്കെ കിട്ടും. അവസാനമായിട്ട് തൊലി കളഞ്ഞാൽ മതി. ആ പഴമൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങാ ചെരുവതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് തേങ്ങയുടെ അളവും കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു നെയ്യിൽ വറുത്തെടുക്കണം കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയും ശർക്കരയും ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് ചേർക്കാതെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ തേങ്ങയുടെയൊക്കെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ കുറച്ച് പഴമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കോഴിമുട്ടയൊക്കെ മതിയാവും കേട്ടോ. കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ചിക്കി എടുക്കുക. ഒരുപാട് ഡ്രൈ ആയിട്ട് ചിക്കി എടുക്കരുത് കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നിർത്താതെ ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് ആയി കിട്ടേണ്ടത്. ഒരുപാട് ഡ്രൈ ആയിട്ട് ചിക്കി എടുക്കരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടൊന്ന് ആറിയ ശേഷം നമ്മളിപ്പോൾ നേരത്തെ ഹോളൊക്കെ ഇട്ടിട്ട് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. സ്പൂൺ കൊണ്ട് വെച്ചാലൊന്നും കറക്റ്റായിട്ട് കയറില്ല കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് എടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാനപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോഴൊക്കെ താഴത്ത് വീണ് പോവുകയാണ് കേട്ടോ. ചെറിയൊരു ഹോളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. കൈ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിക്കോളും. ഇതുപോലെ വേണം കേട്ടോ നമ്മൾ ഫില്ലിങ്സ് ആക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെ തോലും എടുത്തു മാറ്റാം. അപ്പോൾ ഞാൻ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് ലേശം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളും തരികളൊന്നും ഇല്ലാതെ നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് പൊടിച്ചും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പഴത്തിൻ്റെ തോല് കളഞ്ഞിട്ട് ഈ ഒരു കോൺഫ്ലവർ പൊടിയിലേക്ക് ആദ്യം മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിത് വീണ്ടും ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൺഫ്ലവർ പൊടിക്ക് പകരം മൈദയും എടുക്കാം, അതുപോലെ കോഴിമുട്ടി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കോൺഫ്ലവർ പൊടി വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. കോൺഫ്ലവർ പൊടിയും കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഉള്ളു നല്ല സോഫ്റ്റ് ആണെങ്കിലും ഈ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ചെയ്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് ഉണ്ടാവണം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആ പഴവും അതിൻ്റെ മുകളിലുള്ള ആ കോൺഫ്ലവറിൻ്റെയും ബ്രെഡ് പൊടിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുകയും വേണം. ഉള്ളിലുള്ള പഴം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.